മലയാള ടെലിവിഷൻ സ്ക്രീനിൽ വളരെ മികച്ച രീതിയിൽ സംപ്രേഷണം ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ്. സച്ചിയും രേവതിയും കോംബോയും തന്നെയാണ് ഏറ്റവും അധികം പ്രേക്ഷകരിലെ ആകർഷിക്കപ്പെട്ട കോംബോ. സച്ചിയായി അരുൺ ഒളിമ്പേനും രേവതിയായി ഗോമതിപ്രിയയുമായിരുന്നു അവതരിപ്പിച്ചത്. സീരിയൽ വന്നിട്ട് എത്രയും പെട്ടെന്ന് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കാൻ ചെമ്പനീർ പൂവ് എന്ന പരമ്പരയ്ക്ക് കഴിഞ്ഞിരുന്നു. ചെമ്പനീർ പൂവ് എന്ന പരമ്പര ആരംഭിച്ച് മാസങ്ങൾക്കകം തന്നെ 11ഓളം അവാർഡുകളും ചെമ്പനീർ പൂവ് എന്ന പരമ്പരയ്ക്ക് നേടുവാൻ കഴിഞ്ഞു. ഇപ്പോഴീ പരമ്പര ആദ്യ ഒരു വർഷത്തിലേക്ക് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ തന്നെ കഴിഞ്ഞ ഓണത്തിനായിരുന്നു ഗോമതിപ്രിയയെ പുറത്താക്കിക്കൊണ്ട് പകരം റബേക്ക സന്തോഷ് എന്ന പുതിയ നടിയെ രേവതി ക്യാരക്ടറിലേക്ക് എത്തിക്കുകയും ചെയ്തത്. അതിനുശേഷം പരമ്പരയ്ക്ക് വലിയ തകർച്ച നേരിട്ടു. റേറ്റിംഗിൽ വൻ ഇടിവും നേരിടാൻ തുടങ്ങിയിരുന്നു. പരമ്പരയിൽ നിന്നും ഏതാണ്ട് 1,00,000 കാണികളാണ് ഇപ്പോൾ സീരിയലിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ഇവർക്ക് സീരിയലിന്റെ റേറ്റിംഗ് ഉയരാൻ കാരണം പലതരത്തിലുള്ള കാരണങ്ങളാലാണ് നിലവിൽ പരമ്പരയുടെ റേറ്റിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അരുൺ ഒളിമ്പിയനോടുള്ള ഇഷ്ടമാണ് സീരിയലിന്റെ ആരാധകർ വീണ്ടും സീരിയലിലേക്ക് എത്തിയിരിക്കുന്നത്. അതേപോലെ റബേക്ക ആരാധകരും പരമ്പര കാണുന്നുണ്ട്. ഗോമതിപ്രിയ ആരാധകർ അരുൺ ഒളിമ്പിയന്റെ അഭിനയം കാണുവാൻ മാത്രമായി പരമ്പരയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷവും ഇപ്പോഴുണ്ട്. അതേപോലെ തന്നെ ഏഷ്യാനെറ്റിൽ വളരെ മനോഹരമായ രീതിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ്. റബേക്ക സന്തോഷ് നടിയായി വന്നതോടുകൂടി ആരാധകർക്ക് വളരെയധികം നിരാശയായിരുന്നു. പഴയൊരു ആവേശം നിലവിൽ പരമ്പരയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയും. ഗോമതിപ്രിയ എത്രയും പെട്ടെന്ന് രേവതിയായി തിരികെ വരണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാധകർ ബ്രിങ് ബാക്ക് ഗോമതിപ്രിയ എന്ന ക്യാമ്പയിൻ ഇപ്പോഴും തുടരുന്ന ഒരു വിശേഷമാണ്. അതിനിടയിലാണ് മറ്റൊരു സന്തോഷ വാർത്ത ഗോമതിപ്രിയ ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത്. ഗോമതിപ്രിയ മലയാളത്തിൽ ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ടെന്നും അത് മലയാളത്തിൽ റിലീസ് ചെയ്യുമെന്നുമാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് മലയാളത്തിൽ തന്നെ ഗോമതിപ്രിയ പുതിയൊരു സീരിയലിലൂടെ പുതിയൊരു പരമ്പരയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നതാണ്. 2025 പുതിയ പരമ്പരയിലൂടെ ഗോമതിപ്രിയ നിങ്ങളിലേക്ക് എത്തും എന്നതാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇനി ചെമ്പനീർ പൂവിലൂടെ ഗോമതിപ്രിയ വരില്ലേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി പറയാൻ കഴിയുന്നത് ഗോമതിപ്രിയ ഇനി ചെമ്പനീർ പൂവിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ മങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സാധ്യതകൾ വളരെ കുറവാണ്. പൂർണ്ണമായും മടങ്ങി വരില്ല എന്ന് പറയാൻ നിലവിൽ നമുക്ക് കഴിയില്ല. എന്തായാലും ഗോമതിപ്രിയയുടെ മലയാള വെബ് സീരീസ് ഉടൻ വരികയാണ്. 2025 തുടക്കത്തോടുകൂടി മലയാളത്തിൽ വെബ് സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജിലാണ് ഈ വെബ് സീരീസ് വരുന്നത്. അതുപോലെ ഗോമതിപ്രിയ 2025 ഒരു മലയാള പരമ്പരയിൽ കൂടി നായികയായി വരുന്നുവെന്ന ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളുമായി ഈ നിമിഷം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഗോമതിപ്രിയ മലയാളത്തിൽ തിരിച്ചു വരുന്നു. പലരും പറയുന്നത് ഗോമതിപ്രിയ പുതിയൊരു പരമ്പരയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അരുൺ ഒളിമ്പ്യൻ നായകനായി വരണം എന്നതാണ് അവരുടെ ആഗ്രഹം. അതും സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഗോമതിപ്രിയയുടെ ഒരു വെബ് സീരീസ് മലയാളത്തിൽ വരുന്നുണ്ട്. അതിനായി പ്രേക്ഷകർ കാത്തിരിക്കുക. അതുപോലെ തന്നെ പുതിയൊരു മലയാള പരമ്പര ഗോമതിപ്രിയ നായികയായി വരുന്ന പുതിയൊരു മലയാള പരമ്പരയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ചെമ്പനീർ പൂവിലേക്ക് രേവതിയായി ഗോമതിപ്രിയ തിരിച്ചു വരണമെന്ന് ഇപ്പോഴും പ്രേക്ഷകർ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അണിയറ പ്രവർത്തകർ അത് കണ്ടില്ല എന്ന് നടിച്ചുകൂടി നിലവിൽ നടിയുമായി പരമ്പര നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പരമ്പര ഒരു വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. 2025 ജനുവരി അവസാനത്തോടുകൂടി പരമ്പര ഒരു വർഷം പൂർത്തീകരിക്കുന്ന സമയത്തിലേക്കാണ് വരുന്നത്.